നമ്മുടെ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ മാധ്യമ സ്വാതന്ത്ര്യമുള്ളത്. ഇവിടെ ആർക്കും മാധ്യമം തുടങ്ങാൻ കഴിയും. മാധ്യമത്തിലൂടെ ആർക്കും എന്തും പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വാർത്താ ചാനലുകൾ ഉള്ള രാജ്യവും നമ്മുടേതാണ്. കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദി വാർത്താ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് 900 ചാനലുകളാണ്, അതായത് മുഖ്യധാരാ ചാനലുകൾ, യൂട്യൂബ് ചാനലും ഓൺലൈൻ ചാനലുമല്ല, മുഖ്യധാരാ ചാനലുകളാണ് തനിക്ക് എതിരെ പ്രവർത്തിച്ചിരുന്നത്. അതിലൊന്നും തനിക്ക് യാതൊരുവിധ ഉത്കണ്ഠയുമില്ല. താൻ അതിനെക്കുറിച്ച് ബോധേഡ് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇത്തരം 900 ചാനലുകൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ലോകത്തിലെ രാഷ്ട്രത്തലവന്മാർക്കൊരു അത്ഭുതമാണ്. കാരണം അതാണ് തനിക്ക് അഭിമാനം നൽകുന്നത്. കാരണം ഇത്രയും ചാനലുകൾക്ക് സ്വതന്ത്രമായി എൻ്റെ രാജ്യത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ഞാൻ അഭിമാനം കൊള്ളുന്നു. പക്ഷേ ലോകരാജ്യങ്ങൾക്ക് അത്ഭുതം അതല്ല. ഇത്രയും ചാനലുകൾ ഒന്നിച്ച് സാധാരണഗതി നമുക്കറിയാം, പല രാജ്യങ്ങളിലും ഈ ഭരണത്തലവന്മാർക്കെതിരെയും ഭരണത്തിനെതിരെയും ഒക്കെ പല മാധ്യമങ്ങളും ശബ്ദിച്ചു കഴിഞ്ഞാൽ അത് ഇല്ലായ്മ ചെയ്യും. നമുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയെന്ന് പറയപ്പെടുന്നത് ചൈനയിൽ. ആ ചൈനയിൽ പോലും മാധ്യമ സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളത് നമുക്കറിയാം. ചൈനയിലെ വാർത്തകൾ കിട്ടുക വളരെ പ്രയാസകരമായ കാര്യമാണ്. പല രാജ്യങ്ങളും അങ്ങനെ ഇല്ലാത്തപ്പോഴാണ് ഇന്ത്യയിൽ നിരന്തരം ഒരു ഭരണാധികാരിയും ഒപ്പം തന്നെ രാജ്യത്തെയും ഭരണത്തെയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുക. അതായത് എല്ലാവിധ മാധ്യമ സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതിന് യാതൊരു വിലങ്ങുതടിയുമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, കള്ളങ്ങൾ പ്രചരിപ്പിക്കുക ചിലരുടെ ശീലമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഭരണഘടന മാറ്റി എഴുതുമെന്ന് പറയുന്നത്, മറ്റു കാര്യങ്ങൾ പറയുന്നത്. അതിലൊന്നും യാതൊരു കാര്യവുമില്ല. കാരണം അത് പിന്തുടർന്നു വരുന്ന ഒരു ശീലമാണ്. അത് മാറ്റുക പ്രയാസകരവുമാണെന്നാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.